students, welcome to Bosco Campus Vision. I am Lakshmi VS, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the fifth lecture on environmental studies. This lecture is based on industry and environment, which is the third module in the subject environmental studies for semester 1 students of BCom. In previous lecture, we were discussing about air pollution. And in this lecture, we are going to continue with the same topic, that is air pollution. നമ്മൾ ഇതുവരെ എയർ പൊല്യൂഷനിൽ എന്തൊക്കെയായിരുന്നു ഡിസ്കസ് ചെയ്തത് എന്നൊന്ന് മെൻഷൻ ചെയ്യാം. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എയർ പൊല്യൂഷൻ? വാട്ട് ആർ ദ കോസസ് ഓഫ് എയർ പൊല്യൂഷൻ? വാട്ട് ആർ ദ ഇഫക്റ്റ് ഓഫ് എയർ പൊല്യൂഷൻ? ഇത്രയുമായിരുന്നു നമ്മൾ കഴിഞ്ഞ ലെക്ചേഴ്സിൽ ഡിസ്കസ് ചെയ്തത്. And in this lecture, we are going to discuss about control measures for air pollution. What are the control measures for air pollution? What are the ways by which we can control air pollution? Air pollution controlനായി എന്തൊക്കെ measures ആണുള്ളതെന്ന് നോക്കാം. There are two fundamental approaches. They are preventive measures and effluent control. So there are two fundamental approaches for controlling air pollution. Air pollution control ചെയ്യുന്നതിന് രണ്ട് fundamental approaches ആണുള്ളത്. First one is preventive measures. Second one is effluent control. Let us have a look at what are the preventive measures that are taken to control air pollution. Preventive measures such as changing raw materials, changing process conditions and procedures, preventive maintenance. പ്രിവെൻറ്റീവ് മെഷേഴ്സ് എന്തൊക്കെയാണ്? ചേഞ്ചിങ് റോ മെറ്റീരിയൽസിനെ ചേഞ്ച് ചെയ്യുന്നു, അതായത് എയർ പൊല്യൂഷന് കാരണമാകുന്ന റോ മെറ്റീരിയൽസിനെ ചേഞ്ച് ചെയ്യുന്നു. ചേഞ്ചിങ് പ്രോസസ് കണ്ടീഷൻസ് ആൻഡ് പ്രൊസീജിയേഴ്സ്, അതായത് എയർ പൊല്യൂഷന് കാരണമാകുന്ന പ്രോസസ് കണ്ടീഷൻസിനെയും പ്രൊസീജിയേഴ്സിനെയും ഒക്കെ ചേഞ്ച് ചെയ്യുന്നു. ആൻഡ് പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് ഷുഡ് ബി കൺസിഡേർഡ് പ്രയർ ടു എംപ്ലോയിങ് കൺട്രോൾ ഓർ ട്രീറ്റ്മെൻറ്റ് ടെക്നോളജീസ്, should be a continual part of the overall air pollution control program. അതായത് നമ്മളിപ്പോൾ ഇവിടെ മെൻഷൻ ചെയ്ത പ്രിവെൻറ്റീവ് മെഷേഴ്സ് ഒക്കെയും കൺട്രോൾ ഓർ ട്രീറ്റ്മെൻറ്റ് ടെക്നോളജീസ് എംപ്ലോയ് ചെയ്യുന്നതിന് മുൻപ് കൺസിഡർ ചെയ്തിരിക്കണം. ഈ പ്രിവെൻറ്റീവ് മെഷേഴ്സിനെ എല്ലാം കൺസിഡർ ചെയ്തതിന് ശേഷമായിരിക്കണം എയർ പൊല്യൂഷൻ്റെ കൺട്രോളിനായി കൺട്രോൾ ഓർ ട്രീറ്റ്മെൻറ്റ് ടെക്നോളജീസ് എംപ്ലോയ് ചെയ്യേണ്ടത്. ആൻഡ് ഈ പ്രിവെൻറ്റീവ് മെഷേഴ്സ് ഒക്കെയും ഓവറോൾ എയർ പൊല്യൂഷൻ കൺട്രോൾ പ്രോഗ്രാമിൻ്റെ കണ്ടിന്യൂവൽ പാർട്ടായിരിക്കണം. ഇറ്റ് മീൻസ് ദാറ്റ് എയർ പൊല്യൂഷൻ കൺട്രോൾ പ്രോഗ്രാം ക്യാരി ഔട്ട് ചെയ്യുമ്പോൾ ഈ പ്രിവെൻറ്റീവ് മെഷേഴ്സ് ഒക്കെയും ആ പ്രോഗ്രാമിൽ ഒരു കണ്ടിന്യൂസ് പാർട്ടായിരിക്കണം. ഓക്കെ. എക്സാമ്പിൾസ് ഓഫ് മോഡിഫിക്കേഷൻ ഓഫ് പ്രോസസ് കണ്ടീഷൻസ് ആൻഡ് ഓർ മെയിൻ്റനൻസ് പ്രാക്ടീസസ് ഫോർ എയർ പൊല്യൂഷൻ കൺട്രോൾ. നമ്മൾ പ്രിവെൻറ്റീവ് മെഷേഴ്സിൽ പ്രോസസ് കണ്ടീഷൻസ് ചേഞ്ച് ചെയ്യുന്നതിനെ പറ്റിയും പ്രിവെൻറ്റീവ് മെയിൻ്റനൻസിനെയൊക്കെ പറ്റി പറഞ്ഞു. ഇവിടെ എയർ പൊല്യൂഷൻ കൺട്രോളിനായുള്ള പ്രോസസ് കണ്ടീഷൻസിൻ്റെ മോഡിഫിക്കേഷൻ്റെയും മെയിൻ്റനൻസ് പ്രാക്ടീസസിൻ്റെയും എക്സാമ്പിൾസ് ആണ് തന്നിരിക്കുന്നത്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. കൺട്രോളിംഗ് ഫ്യൂജിറ്റീവ് ഡസ്റ്റ് എമിഷൻസ്, ഇൻക്രീസിംഗ് റുട്ടീൻ ഇൻസ്പെക്ഷൻ ഓഫ് എക്യുപ്മെൻറ്റ് ആൻഡ് പ്രിവെൻറ്റേറ്റീവ് മെയിൻ്റനൻസ്, അപ്ലൈയിങ് സോണിംഗ് ഓർ പ്ലാനിംഗ് ഓർഡിനൻസസ്, മെറ്റീരിയൽ സബ്സ്റ്റിറ്റ്യൂഷൻ. കൺട്രോളിംഗ് ഫ്യൂജിറ്റീവ് ഡസ്റ്റ് എമിഷൻസ് വിച്ച് മീൻസ് ദാറ്റ് ഫോർ എ ഷോർട്ട് ടൈം ലാസ്റ്റ് ചെയ്യുന്ന ഡസ്റ്റ് എമിഷൻസിനെ കൺട്രോൾ ചെയ്യുക. ഇൻക്രീസിംഗ് റുട്ടീൻ ഇൻസ്പെക്ഷൻ ഓഫ് എക്യുപ്മെൻറ്റ് ആൻഡ് പ്രിവെൻറ്റേറ്റീവ് മെയിൻ്റനൻസ്, അതായത് വർക്ക് ക്യാരി ഔട്ട് ചെയ്യുന്നതിനായുള്ള എക്യുപ്മെൻറ്റിൻ്റെ റുട്ടീൻ ഇൻസ്പെക്ഷൻ നടത്തുക. ആൻഡ് ഒരു പ്രിവെൻറ്റേറ്റീവ് മെയിൻ്റനൻസും ചെയ്യുക. അപ്ലൈയിങ് സോണിംഗ് ഓർ പ്ലാനിംഗ് ഓർഡിനൻസസ്, അതായത് ഡിഫറെൻറ്റ് സോൺസ് ആക്കി ഡിവൈഡ് ചെയ്യുക അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സോൺസ് ആക്കി അസൈൻ ചെയ്യുക. ആൻഡ് എയർ പൊല്യൂഷൻ്റെ കൺട്രോളിനായുള്ള ഒരു അതോറിറ്റേറ്റീവ് ഡയറക്ഷൻ പ്ലാൻ ചെയ്യുക. മെറ്റീരിയൽ സബ്സ്റ്റിറ്റ്യൂഷൻ, അതായത് എയർ പൊല്യൂഷൻ ഉണ്ടാക്കുന്ന മെറ്റീരിയൽസിനെ റീപ്ലേസ് ചെയ്ത് അവിടെ മറ്റ് മെറ്റീരിയൽസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നെക്സ്റ്റ് വൺ ഈസ് എഫ്ലുവൻറ്റ് കൺട്രോൾ. എഫ്ലുവൻറ്റ് കൺട്രോൾ ഇൻവോൾവ്സ് ദ യൂസസ് ഓഫ് ഡിവൈസസ് ടു റിമൂവ് പൊല്യൂട്ടൻസ്. പൊല്യൂട്ടൻസ് എന്താണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. എഫ്ലുവൻറ്റ് കൺട്രോളിൽ ഡിവൈസസ് യൂസ് ചെയ്തുകൊണ്ട് പൊല്യൂട്ടൻസിനെ റിമൂവ് ചെയ്യുന്നു. വൺ ഓഫ് ദി ഇഫക്റ്റീവ് മീൻസ് ഓഫ് കൺട്രോളിംഗ് എയർ പൊല്യൂഷൻ ഇസ് ടു ഹാവ് പ്രോപ്പർ എക്യുപ്മെൻറ്റ് ഇൻ പ്ലേസ്. എയർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുന്നതിനുള്ള ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ളൊരു വേ എന്ന് പറയുന്നത് ടു ഹാവ് പ്രോപ്പർ എക്യുപ്മെൻറ്റ് ഇൻ പ്ലേസ്.
പ്രോപ്പർ എക്യുപ്മെൻറ്റ് അതിൻ്റേതായ പ്ലേസിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. This includes devices for removal of pollutants from the fuel gases through scrubbers, closed connection recovery systems, use of dry and wet collectors, filters, electrostatic precipitators, etc. കൺട്രോൾ ടെക്നോളജിയിൽ പൊല്യൂട്ടൻസ് റിമൂവ് ചെയ്യുന്നതിനായി ഡിവൈസസ് യൂസ് ചെയ്യുന്നു. ഫ്യുവൽ ഗ്യാസസിൽ നിന്നൊക്കെ ആണെങ്കിൽ സ്ക്രബ്ബേഴ്സും ക്ലോസ്ഡ് കണക്ഷൻ റിക്കവറി സിസ്റ്റംസും യൂസ് ചെയ്താണ് പൊല്യൂട്ടൻസ് റിമൂവ് ചെയ്യുന്നത്. ഈ ഡിവൈസസ് യൂസ് ചെയ്ത് ഫ്യുവൽ ഗ്യാസസിൽ നിന്നും പൊല്യൂട്ടൻസ് എസ്കേപ്പ് ആകുന്നതിന് മുൻപ് തന്നെ കളക്ട് ചെയ്യാൻ കഴിയും. ഡ്രൈ ആൻഡ് വെറ്റ് കളക്ടേഴ്സ്, ഫിൽറ്റേഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് പേഴ്സിപ്പിറ്റേറ്റേഴ്സ് തുടങ്ങിയ ഡിവൈസസും കൺട്രോൾ ടെക്നോളജീസിൽ യൂസ് ചെയ്യുന്നതാണ്. മറ്റൊരു കൺട്രോൾ മെഷറാണ് ബിൽഡിംഗ് ഹയർ സ്മോക്ക് സ്റ്റാക്സ്. ഹയർ സ്മോക്ക് സ്റ്റാക്സ് ബിൽഡ് ചെയ്യുക, അതായത് സ്മോക്ക് ഡിസ്ചാർജ് ചെയ്യുന്നതിനായുള്ള ചിമ്മിനിയോ ഫണലോ ആണ് സ്മോക്ക് സ്റ്റാക്ക് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സോ ഹയർ സ്മോക്ക് സ്റ്റാക്സ് ബിൽഡ് ചെയ്യുക എയർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുന്നതിനായി. കെയർഫുൾ ലൊക്കേഷൻ ഓഫ് ഇൻഡസ്ട്രീസ്, അതായത് ഇൻഡസ്ട്രീസ് ലൊക്കേറ്റ് ചെയ്യേണ്ടത് പൊല്യൂഷൻ്റെ ഇഫക്ട്സ് മിനിമൈസ് ചെയ്യത്തക്ക രീതിയിലായിരിക്കണം. സോ കെയർഫുള്ളായിട്ട് പൊല്യൂഷൻ്റെ ഇഫക്ട്സ് മിനിമൈസ് ചെയ്യത്തക്ക ഒരു ലൊക്കേഷനായിരിക്കണം ഇൻഡസ്ട്രിയുടേത്. ഇത്രയുമാണ് കൺട്രോൾ മെഷേഴ്സ് ഫോർ എയർ പൊല്യൂഷൻ. നെക്സ്റ്റ് ടോപ്പിക് ഇസ് എയർ ക്വാളിറ്റി മാനേജ്മെൻറ്റ്. എയർ ക്വാളിറ്റി മാനേജ്മെൻറ്റിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. എയർ ക്വാളിറ്റി മോണിറ്ററിംഗ് ബിഗാൻ ഇൻ ഇന്ത്യ ഇൻ ദ ലേറ്റ് 1960s. ലേറ്റ് 1960സിലാണ് ഇന്ത്യയിൽ എയർ ക്വാളിറ്റി മോണിറ്ററിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. Database on ambient air quality in Indian cities has been prepared by the monitoring networks of the National Environmental Research Institute. ഇന്ത്യൻ സിറ്റീസിൻ്റെ ആംബിയൻറ്റ് എയർ ക്വാളിറ്റിയുടെ ഡേറ്റാബേസ് പ്രിപ്പയർ ചെയ്യുന്നത് നാഗ്പൂരിൽ സിറ്റുവേറ്റഡ് ആയ നാഷണൽ എൻവയോൺമെൻറ്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മോണിറ്ററിംഗ് നെറ്റ്വർക്ക്സ് ആണ്. The Central Pollution Control Board initiated its own National Ambient Air Quality Monitoring Program in 1985. Central Pollution Control Board its own National Ambient Air Quality Monitoring Program 1985 ഇനിഷ്യേറ്റ് ചെയ്തു. Data to the National Ambient Air Quality Monitoring is supplied by the respective state pollution control boards, which is then transmitted to Central Pollution Control Board. നാഷണൽ ആംബിയൻറ്റ് എയർ ക്വാളിറ്റി മോണിറ്ററിങ്ങിനായുള്ള ഡേറ്റ സപ്ലൈ ചെയ്യുന്നത് അതാത് സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്സ് ആണ്. ആൻഡ് ഈ ഡേറ്റ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. എയർ ക്വാളിറ്റി മാനേജ്മെൻറ്റ് ആസ് എ വെൽ ഡിഫൈൻഡ് പ്രോഗ്രാം ഹാസ് എറ്റ് ടു എമർജ് ഇൻ ഇന്ത്യ. ഒരു വെൽ ഡിഫൈൻഡ് പ്രോഗ്രാം എന്ന നിലയിൽ എയർ ക്വാളിറ്റി മാനേജ്മെൻറ്റ് ഹാസ് എറ്റ് ടു എമർജ് ഇൻ ഇന്ത്യ. We need more strengthened air quality management with continuous monitoring of air. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എയറിൻ്റെ കണ്ടിന്യൂസ് മോണിറ്ററിംഗ് ഉൾപ്പെടെയുള്ള മോർ സ്ട്രെങ്തൻഡ് ആയ എയർ ക്വാളിറ്റി മാനേജ്മെൻറ്റ് നീഡഡ് ആണ്. Hope you all understand about air pollution. Thank you.